ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഫോളോ ചെയ്യണം, അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഞാൻ ഏജന്റോ ഏജൻസിയുടെ ആളോ ഒന്നും അല്ല കേട്ടോ. ഞാൻ കാണുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആ വേക്കൻസി പബ്ലിഷ് ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റിൽ മെയിനായിട്ട് ഹമദ് ഹോസ്പിറ്റലിന്റെ ഒരു വേക്കൻസി ഉണ്ട്. ഹമദ് ഹോസ്പിറ്റലിൽ ഒരു പ്രൊജക്ട് മാനേജറിന്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഇന്നലെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 8/12/2025 പ്രൊജക്ട് മാനേജറിന്റെ പോസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയും പ്രൊജക്ട് മാനേജ്മെന്റിലൊക്കെ ബാച്ചിലർ ഡിഗ്രിയും 8 വർഷത്തെ പ്രൊജക്ട് മാനേജ്മെന്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. പ്രൊജക്ട് മാനേജർ ഹമദ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഖത്തറിലുള്ള ഒരു ഫേമസ് ഹോസ്പിറ്റലാണ് ആസ്പെറ്റർ കേട്ടോ. ഹോസ്പിറ്റലിൽ ഭയങ്കര അടിപൊളി സാലറി ഒക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ അവർ ഒരുപാട് വേക്കൻസീസ് ഇന്നലെ ഇട്ടിട്ടുണ്ട്. അതായത് രജിസ്റ്റേർഡ് നഴ്സസിന്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയും അതുപോലെ തന്നെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആസ്പെറ്ററിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. സെയിം ആണ്. ബാച്ചിലർ ഡിഗ്രി പ്ലസ് 2 years എക്സ്പീരിയൻസ്, QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി. സ്പോർട്സ് സ്പെഷ്യാലിറ്റിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് CSSD ടെക്നീഷ്യന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിന് ഒരു ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ചോദിക്കുന്നുണ്ട്. അതുപോലെ 1 to 4 years എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇട്ടിരിക്കുന്ന വേക്കൻസി സയന്റിഫിക് റിസർച്ചറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഡോക്ടേഴ്സിന്റെ വേക്കൻസിയാണ് കേട്ടോ. അപ്പം നേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, CSSD ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്. ഈ ജോബൊക്കെ നോക്കുന്നവര് ആസ്പിറ്റർ ഹോസ്പിറ്റലിന്റെ ആസ്പിറ്ററിന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. അവരുടെ വേക്കൻസീസിന്റെ ഡിവിഷനിൽ ഈ വേക്കൻസി എല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു വേക്കൻസി പറയാനുള്ളത് PHCC ആണ്. PHCCയിൽ അവര് ലാക്ടേഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ലാക്ടേഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേക്കൻസി ലിങ്ക്ഡിലാണുള്ളത് കേട്ടോ. ലിങ്ക്ഡിൽ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാക്ടേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും ഹെൽത്ത് കെയർ, അതായത് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാക്ടേഷനിൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സർട്ടിഫൈഡ് ലാക്ടേഷൻ കൺസൾട്ടന്റ് ആയിരിക്കണം എന്ന് കേട്ടോ. അതുപോലെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ലാക്ടേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതില് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ PHCCയുടെ സൈറ്റ് ലിങ്ക്ഡിൻ പേജ് ചെക്ക് ചെയ്യാം കേട്ടോ. അതിൽ കിടപ്പുണ്ട് വേക്കൻസി. അതുപോലെ തന്നെ വേറൊരു വേക്കൻസി പറയാനുള്ളത് ഗാർഡീന മെഡിക്കൽ സെന്റർക്കാര് ഇൻഷുറൻസ് ഓഫീസേഴ്സിന്റെ വേക്കൻസി ഇട്ടുണ്ട്. ഗാർഡീന മെഡിക്കൽ സെന്റർ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ കണ്ടത് ഇൻഡീഡിലാണ്. അതുപോലെ തന്നെ ഇൻഡീഡിൽ കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് മെയിൽ ID എടുത്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വേക്കൻസീസ് ആണ് പറയാനുള്ളത്. നഴ്സസിന് ഹോസ്പിറ്റലാണ്, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് ഹോസ്പിറ്റലിൽ, CSSD ടെക്നീഷ്യന്റെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓഫീസറിന്റെ ഗാർഡീന മെഡിക്കൽ സെന്റർ, പിന്നെ ഹമദ് ഹോസ്പിറ്റലിൽ പ്രൊജക്ട് മാനേജറിന്റെ വേക്കൻസി. അപ്പം ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ഇല്ലാത്തൊരു ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.